തീക്കാറ്റ് തിയേറ്ററിനുള്ളിൽ 3 മണിക്കൂർ സമയം വീശിയടിക്കുന്നത് ശരിക്കും തീക്കാറ്റാണ്. മോഹൻലാൽ പൃഥ്വിരാജ് കൂട്ടുകെട്ടിലെത്തിയ ലൂസിഫറിന്റെ 2ാം ഭാഗമായ എമ്പുരാനെ ഇന്ത്യൻ സിനിമാ മേഖലയ്ക്ക് മലയാളത്തിൽ നിന്ന് നൽകുന്നൊരു വിസ്മയ ചിത്രമായോ വിസ്ഫോടന ചിത്രമായോ ഒക്കെ നമുക്ക് വിശേഷിപ്പിക്കാം. കുറവുകളും കുറ്റങ്ങളുമെല്ലാം കുറേയേറെ ഉണ്ടെങ്കിലും മലയാള സിനിമ ഇന്നുവരെ കണ്ടിട്ടില്ലാത്ത ദൃശ്യ വിസ്മയമാണ് മോഹൻലാലും പൃഥ്വിരാജും ചേർന്ന് പ്രേക്ഷകർക്കായി ഒരുക്കിയിരിക്കുന്നതെന്ന് പറയാതിരിക്കാൻ വയ്യ. ഈ ബ്രഹ്മാണ്ഡ ചിത്രത്തിന്റെ പിന്നണിയിലുള്ളവരുടെ വാക്കുകളിലെല്ലാം പ്രകടമായിരുന്ന അവരുടെ ആ ആത്മവിശ്വാസത്തിന്റെ അടിത്തറ എന്തായിരുന്നെന്ന് എമ്പുരാൻ തിയേറ്ററിൽ ചെന്ന് കണ്ടതോടെ പ്രേക്ഷകർക്കെല്ലാം ബോധ്യമായിട്ടുണ്ടാകും. അതുകൊണ്ട് തന്നെ എമ്പുരാൻ തിയേറ്ററിൽ പോയി എന്തായാലും എല്ലാവരും കാണണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. കാണാതെ സോഷ്യൽ മീഡിയയിലൂടെ ആരും ഈ സിനിമയെ വെറുതെ താഴ്ത്തി കെട്ടരുത്. കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്കതിന് യഥേഷ്ടം അവസരം കിട്ടുമല്ലോ. അതായത് കണ്ടു കഴിഞ്ഞാൽ സിനിമയുടെ മേന്മ ഞാൻ മുകളിൽ പറഞ്ഞതുപോലെ ഒത്തിരിയേറെ ഉണ്ടെങ്കിലും ഒപ്പം കുറ്റങ്ങളും കുറവുകളും എമ്പുരാനിൽ അതിലേറെയുണ്ടെന്ന് നിങ്ങൾക്കും ബോധ്യമാകും. ഞാൻ കണ്ട മികവുകൾ ആദ്യം പറയുന്നു, പിന്നീട് എനിക്ക് തോന്നിയ കുറവുകൾ അത് ഞാൻ പുറകെ പറയുന്നു എന്ന് മാത്രം. അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും ആദ്യം സിനിമ കാണൂ, പിന്നെ സിനിമയെ വിമർശിക്കൂ. മലയാള സിനിമ ഇന്നുവരെ കണ്ടിട്ടില്ലാത്ത ദൃശ്യ വിസ്മയമാണ് മോഹൻലാലും പൃഥ്വിരാജും പ്രേക്ഷകർക്കായി ഒരുക്കിയിരിക്കുന്നത്. മേക്കിങ്ങിലും ടെക്നിക്കൽ ക്വാളിറ്റിയിലും മികച്ച അനുഭവമാണ് എമ്പുരാൻ നമുക്ക് നൽകുന്നത്. ശ്രദ്ധിക്കേണ്ട കാര്യം, ലൂസിഫറിൽ നിർത്തിയെടുത്തു നിന്ന് തന്നെ എമ്പുരാൻ തുടങ്ങുന്നതാണ് ചിത്രത്തിന്റെ കഥാഗതിയെങ്കിലും കഥ ആഗോള തലത്തിലുള്ള ക്യാൻവാസിലേക്ക് മാറുന്നുണ്ട് എന്നത് ഒരു പ്രത്യേകത തന്നെയാണ്. അതായത് അന്ന് ലൂസിഫറിൽ സ്റ്റീഫൻ നെടുമ്പള്ളിയുടെ കഥയാണ് പറഞ്ഞതെങ്കിൽ ഇപ്പോൾ എമ്പുരാനിൽ പറയുന്നത് എബ്രഹാം ഖുറേഷിയുടെയും സയ്യിദ് മസൂദിന്റെയും കഥയാണ്. എമ്പുരാനിൽ പ്രിയദർശിനി രാംദാസിന്റെ രാഷ്ട്രീയ പ്രവേശവും ജിതിൻ രാംദാസിന്റെ കേരള രാഷ്ട്രീയത്തിലെ പുതിയ നീക്കങ്ങളും ശരിക്കും കോളിളക്കമുണ്ടാക്കുന്നതാണ്. എമ്പുരാൻ ഒരു 3ാം ഭാഗം കൂടി ഉണ്ടെന്നുള്ള സൂചന മാത്രമല്ല, ഉറപ്പ് തന്നെ ചിത്രം കാണുന്നവർക്ക് ഈ സിനിമയിലൂടെ നൽകുന്നുമുണ്ട്. ആക്ഷൻ രംഗങ്ങളിൽ ഒരുക്കിയിരിക്കുന്നത് ബോളിവുഡിനെ വെല്ലുന്ന തരത്തിലാണ്. അറിയാവുന്നവർക്കറിയാം, സംഗീതവും ബാക്ക്ഗ്രൗണ്ട് സ്കോറും ദീപക് ദേവിനെ ഇനിയും ഉയരങ്ങളിലേക്ക് നയിക്കുമെന്നത്. സുജിത് വാസുദേവിന്റെ മികച്ച വർക്ക് നാളിതുവരെ ലൂസിഫർ ആണെന്ന് വിശേഷിക്കപ്പെട്ടിരുന്നതെങ്കിൽ ഇനി അത് എമ്പുരാനാണെന്ന് മാറ്റി പറയേണ്ടി വരുമെന്ന കാര്യം സംശയമില്ല. എഡിറ്റിംഗ്, ആക്ഷൻ കൊറിയോഗ്രാഫി, സൗണ്ട് ഡിസൈൻ തുടങ്ങി സാങ്കേതികപരമായ എല്ലാ രംഗങ്ങളിലും സിനിമ മികവ് പുലർത്തിയിട്ടുണ്ട് പിന്നണി പ്രവർത്തകർ. എബ്രഹാം ഖുറേഷി അഥവാ സ്റ്റീഫൻ നെടുമ്പള്ളി എമ്പുരാനിൽ അങ്ങോളം ഇങ്ങോളം നിറഞ്ഞു നിൽക്കുന്നുണ്ട് എന്നൊന്നും പറയാൻ വയ്യ. വളരെ കുറച്ച് സമയങ്ങൾ മാത്രമാണ് മോഹൻലാൽ ചിത്രത്തിൽ വന്നു പോകുന്നത്. പക്ഷേ അതൊരു 1.5 വരവാണെന്ന് പറയാതിരിക്കാൻ വയ്യ. സയ്യിദ് മസൂദിയായി ഇടവേളയ്ക്ക് ശേഷം അവതരിക്കുന്ന സംവിധായകൻ പൃഥ്വിരാജിന് ലൂസിഫറിലേതിനേക്കാൾ കൂടുതൽ സ്ക്രീൻ സ്പേസ് ലഭിച്ചിട്ടുണ്ട്. മഞ്ജു വാര്യർ, ടൊവിനോ, ഇന്ദ്രജിത്ത്, സുരാജ് എന്നിവര് ചിത്രത്തിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. ബൈജുവിനും സായ് കുമാറിനും സാനിയ അയ്യപ്പനും ഒക്കെ സാമാന്യം മികച്ച റോളാണ് ലഭിച്ചിരിക്കുന്നത്. ജെറോം ഫ്ലിൻ, ആൻഡ്രിയ ടിവാഡർ, അഭിമന്യു സിംഗ്, ഫാസിൽ സച്ചിൻ, ഗഡ്കർ, നൈല ഉഷ, ജിജു ജോൺ, നന്ദു മുരുകൻ മാർട്ടിൽ, ശിവജി ഗുരുവായൂർ, മണിക്കുട്ടൻ, അനീഷ് ജി മേനോൻ, ശിവദ, അലക്സ് സൊനീൻ, എറിക് എംബനി, കാർത്തികേയ ദേവ്, മിഖായേൽ നൊവിക്കോവ്, കിഷോർ സുകാന്ത്, ബഹസാദ് ഖാൻ, നിക്കാത് ഖാൻ, സത്യജിത് ശർമ്മ, നയൻ ഭട്ട്, ശുഭാംഗി, ജയ്സ് ജോസ് തുടങ്ങി ഒരു വൻ പട തന്നെ താരങ്ങളായി ഉണ്ടെങ്കിലും ഇവരിൽ മിക്കവർക്കും വെറുതെ കൊല്ലാനോ മരിക്കാനോ ഉള്ള അവസരങ്ങളാണ് കിട്ടിയിരിക്കുന്നത്. എത്രയൊക്കെ പൊട്ടപ്പടമായിരുന്നെന്ന് പഴയകാലത്ത് ആരെങ്കിലും ഒക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും മരക്കാരും ഒടിയനും വാലിബനും ഒക്കെ അഭിനയത്തിന്റെ കാര്യത്തിൽ മോഹൻലാലിനെ പരമാവധി ഉപയോഗിച്ചിട്ടുണ്ട്. പക്ഷേ നിർവികാരമായ മുഖത്തോടെ
ഒരുതരം പ്രതിമ കണക്കെ ഈ ഈത്ത ഒലിച്ചിറങ്ങിയ താടിയും പിന്നെ കൂളിംഗ് ഗ്ലാസ്, തോക്ക്, പുക, ജഗ പുക, ഒരു കണക്കിൽ പറഞ്ഞാൽ അത് മാത്രമാണ് എമ്പുരാൻ. അഭിനയം തീരെയില്ലെന്ന് സാധാരണക്കാരായ പ്രേക്ഷകരന് തോന്നുന്നത് സങ്കടമോ കരച്ചിലോ സന്തോഷമോ ചിരിയോ എമ്പുരാൻ എന്ന കഥാപാത്രത്തിന് ഒരുപക്ഷെ ഈ സിനിമയിൽ ആവശ്യമില്ലാത്തത് കൊണ്ടായിരിക്കാം. ലാലേട്ടൻ അഭിനയിക്കുകയല്ല, ജീവിക്കുകയാണെന്ന് ഈ കാരണം കൊണ്ട് ഫാൻകാർക്ക് അവകാശപ്പെടാം. സ്റ്റണ്ടിനു വേണ്ടി സ്റ്റണ്ട് ഉണ്ടാക്കുന്ന ആ പഴയ തമിഴ് തെലുങ്ക് സിനിമ ശരിക്കും ആവർത്തിച്ചിട്ടുണ്ട്. മികച്ച സീനുകളാകേണ്ടിയിരുന്ന രണ്ടിടങ്ങളിൽ സഹതപിക്കാനല്ലാതെ എന്ത് ചെയ്യാൻ. സ്റ്റണ്ടൊക്കെ പുലിമുരുകനിൽ സ്വന്തം അനുജനെ മുതുകാമ്പുറത്തേറ്റിയ ആ ബോറടിപ്പിച്ച സ്റ്റണ്ട് രംഗം ഒഴികെ എത്രയെത്ര സിനിമകളിൽ മോഹൻലാലിന്റെ എത്രയോ മനോഹരമായ സ്റ്റണ്ട് രംഗങ്ങൾ കണ്ടവരായ നമുക്ക് തികച്ചും ആധുനികമായ ഗണ്ണുകളും കയ്യിൽ പിടിച്ചു നിൽക്കുന്ന കോന്തന്മാരുടെ ഒരു പടയ്ക്ക് മുന്നിൽ ശരീരം കൊണ്ട് വല്ലാതെ മല്ലിടാൻ വയ്യെന്ന് നമുക്ക് പോലും തോന്നിപ്പോകുന്ന ഒരു ശരീരവുമായി നമുക്കിനി ഡിഷും വെച്ച് തല്ലി തീർക്കാമെന്ന മട്ടിലുള്ള ആ പഴയ ത്യാഗരാജൻ മോഡൽ സ്റ്റണ്ട് കാണുമ്പോൾ, അതായത് ലോകം തിരയുന്ന അധോലോക നായകനെ ഒരൊറ്റ ഉണ്ടയിൽ തീർക്കേണ്ട സൗകര്യം ഒത്തുവന്നിട്ടും സ്റ്റണ്ട് ചെയ്യുന്നത് കാണുമ്പോൾ വല്ലാത്തൊരു വിഷമം പക്കാ ഫാൻകാരല്ലാത്തവർക്കൊക്കെ തോന്നും. ഹെലികോപ്റ്റർ രംഗങ്ങളൊക്കെ മലയാള സിനിമയ്ക്ക് പുതുതല്ലെങ്കിലും ഹെലികോപ്റ്റർ ഇവിടെ പരമാവധി ഉപയോഗിച്ചിട്ടുണ്ട്. അത് നന്നായിട്ടുണ്ട്. ഒട്ടേറെ മികച്ച കഥാപാത്രങ്ങൾ വന്നു പോകുന്നുണ്ടെങ്കിലും ആർക്കും ഒരു ഡെപ്ത് ഫീൽ ചെയ്യുന്നില്ല. ആരുമായും ഇമോഷണലി കണക്റ്റും ആകുന്നേയില്ല. സീനുകളൊക്കെ സൂപ്പറായിട്ട് തന്നെ എടുത്തിട്ടുണ്ടെങ്കിലും ഒന്നും ഒരു പരസ്പര ബന്ധമില്ലാത്ത പോലെയാണ് നമുക്ക് അനുഭവപ്പെടുന്നത്. ഒരു 3-4 വട്ടം കൂടി ഇനി അത് കാണുമ്പോൾ സീനുകളിലെ ആ പരസ്പര ബന്ധമില്ലായ്മയുടെ ഒരു കുറവ് മാറിക്കിട്ടുകൊള്ളുമെന്നാണ് എൻ്റെ ഒരു സുഹൃത്ത് എന്നോട് പറഞ്ഞത്. എന്തരോ പഴയകാല അടിപ്പടങ്ങളെ, പ്രത്യേകിച്ച് തമിഴ്, തെലുങ്ക്, കന്നഡ സിനിമകളും പിന്നെ ചില മസാല ഹിന്ദി പടങ്ങളും കാണാതെയും കണ്ടും നമ്മൾ എത്ര വിമർശിച്ചിരുന്നവരാണെന്ന് പറയണ്ടല്ലോ. എന്നാൽ ഇന്നിതാ അതേ ഇടിപ്പടം നമ്മെ വീണ്ടും പൂർണ്ണമായും ഗ്രസിച്ചിരിക്കുന്നു എന്നുകൂടി പറയാതെ വയ്യ. അത്തരം സിനിമ ആരാധകർക്ക് എമ്പുരാൻ തീർച്ചയായും തൃപ്തിയാകും. ഇപ്പോ മാർക്കറ്റ് വയലൻസിനാണല്ലോ. അതിനി ഇതിലേറെ എങ്ങനെയാ 3 മണിക്കൂറുള്ള ഒരു സിനിമയിൽ കുത്തി നിറയ്ക്കുക? പരമാവധി വയലൻസ് ഇതിൽ കുത്തിക്കയറ്റിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എമ്പുരാൻ ഒരു തമ്പുരാനാണെന്ന് പറയാതിരിക്കാൻ വയ്യ. എമ്പുരാൻ എന്ന ചിത്രം രാഷ്ട്രീയമായും, അതായത് ഇന്ത്യൻ രാഷ്ട്രീയ പശ്ചാത്തലത്തിലും ഒപ്പം മതാടിസ്ഥാനത്തിലുമെല്ലാം വരും നാളുകളിൽ ഏറെ ചർച്ച ചെയ്യപ്പെടുമെന്ന കാര്യത്തിൽ സംശയമേയില്ല. ചില സിനിമകൾ മനുഷ്യനെ, പുതുതലമുറയെ സ്വാധീനിക്കുന്നുണ്ട് എന്ന ആവലാതിയാണല്ലോ ഇന്ന് ഉയർന്നു കേൾക്കുന്നത്. അത് ശരിയാണെങ്കിൽ എമ്പുരാൻ നാളത്തെ തലമുറ, നമ്മുടെ സമൂഹം എങ്ങനെ വായിക്കുമെന്ന് കണ്ടറിയേണ്ടതാണ്. ഇതൊക്കെയാണെങ്കിലും ഒട്ടേറെ പ്രത്യേകതകളുള്ള ഒരു സിനിമയാണ് എമ്പുരാൻ. സോഷ്യൽ മീഡിയ ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെട്ട, ലോക മലയാളികൾ ഏറ്റവും അധികം ചർച്ച ചെയ്ത, മലയാളത്തിലെ ഏറ്റവും അധികം പണം വാരുന്ന പടമാകും എമ്പുരാൻ എന്ന കാര്യത്തിൽ സംശയമില്ല. മൊത്തത്തിൽ പറഞ്ഞാൽ പടം വൻ വിജയമാകും, പണം വാരും എന്നുറപ്പാണ്.